എല്ലാവർക്കും രശ്മീസ് റൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കറി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഞാനൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഡെക്കോപ്പേഷ് ആർട്ടാണ്. ഡെക്കോപ്പേഷ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ആർട്ടാണ്. നല്ല ഭംഗിയുള്ള കട്ടൗട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ബോട്ടിലോ മെറ്റലിലോ വുഡിലോ ഒക്കെ ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. അത് കണ്ടു കഴിയുമ്പം നമ്മളതിൽ ഡ്രോ ചെയ്തിരിക്കുന്നതായിട്ട് തോന്നും. ഇങ്ങനെ കട്ടൗട്ട്സ് വെച്ചിരിക്കുന്ന പോലെ തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്, ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും ക്ലിയർ ആയിട്ട്. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഡെക്കോപ്പേഷ് ചെയ്ത് തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു ബോട്ടിൽ വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലെ ബോട്ടിൽ വേണേ എടുക്കാം. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം കളഞ്ഞ ഒരു ബോട്ടിൽ. പിന്നെ നമുക്ക് വേണ്ടത് പെയിന്റ് ആണ്. ഇതിന് ലൈറ്റ് കളേഴ്സ് ആയിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പം അക്രിലിക്കിന്റെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പഞ്ച് വേണം. പിന്നെ വേണ്ടത് വാർണിഷാണ് നമുക്ക് വേണ്ടത്. ഇത് ക്ലിയർ വാർണിഷാണ്. പിന്നെ നമുക്ക് ഒരു ബ്രഷ് വേണം. പിന്നെ വേണ്ടത് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിക്കാനുള്ള പിക്ചറാണ്. അപ്പം ഡെക്കോപ്പേഷ് ചെയ്യുമ്പം നോർമലി അതിന് ഡെക്കോപ്പേഷ് ടിഷ്യൂ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. പക്ഷെ ഞാനിപ്പം ചെയ്യുന്നത് അതിലല്ല. ഞാനൊരു A4 ഷീറ്റിൽ നല്ല പിക്ചേഴ്സ് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് ഇത് കട്ട് ചെയ്താണ് ഞാനിപ്പം ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് കാണിക്കാം. പിന്നെ ഡെക്കോപ്പേഷ് ചെയ്യാനായിട്ട് നോർമലി യൂസ് ചെയ്യുന്നത് പോഡ്ജ് എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ്, ഡെക്കോപ്പേഷ് ഗ്ലൂ. പക്ഷെ ഞാനിവിടെ അതിന് പകരമായിട്ട് നമ്മുടെ നോർമൽ ഗ്ലൂ 2:1 എന്നുള്ള റേഷ്യോയിൽ ഈ വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഗ്ലൂ ആണ് ഞാൻ പോഡ്ജിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യും. ഞാൻ കാണിച്ചു തരാം അതെടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് നമ്മുടെ ഈ ബോട്ടിലിൽ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഈ ബോട്ടിലിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ വൈറ്റ് പെയിൻറ്റ് ഇത്തിരി എടുക്കുകയാണ്. വൈറ്റ് പെയിൻറ്റ് എടുത്തു. എന്നിട്ട് ഇത് നോർമൽ ഒരു സ്പോഞ്ചാണ്. എന്നിട്ട് ഈ വൈറ്റ് പെയിൻറ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോട്ടിലിൽ ഡാബ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊടുക്കാം. ഫസ്റ്റ് കോട്ടിൽ ഇത് എല്ലായിടത്തും ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഫുൾ അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങി പിന്നെയും ഒരു കോട്ടോട് അടിച്ച് അങ്ങനെ 3 കോട്ടെങ്കിലും ഈ ബോട്ടിലിൽ അടിക്കണം. അപ്പോൾ ഫസ്റ്റ് കോട്ടിൽ തന്നെ ഫുൾ പെയിന്റ് എടുത്ത് ഇതുപോലെ അടിക്കേണ്ട കാര്യമില്ല. ഒരു ലൈറ്റ് ഒരു ലെയർ കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുക. സെക്കൻഡ് കോട്ട് അടിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം തേർഡ് കോട്ട് അടിക്കുക. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ബ്രഷ് കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിലും എനിക്ക് ഈ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് അടിക്കുന്നതാണ് ഇച്ചിരൂടെ ഇഷ്ടമായത്. നന്നായി അറിയാവുന്നവർക്ക് അങ്ങനെയാണേലും ചെയ്യാം. അപ്പം ഇതുപോലെ ഞാൻ 3 കോട്ട് അടിച്ച് നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയ ഒരു ബോട്ടിലുണ്ട്. അത് ഞാനിപ്പം എടുക്കാൻ പോവാണ്. അപ്പം അതുപോലെ ഞാൻ 3 കോട്ട് പെയിന്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയ ഒരു ബോട്ടിലാണ്. ഇതിലാണ് നമ്മളിപ്പം പിക്ചർ ഒട്ടിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പം നമ്മുടെ പിക്ചർ ഞാൻ പറഞ്ഞു, ഞാൻ ഡെക്കോപ്പേഷ് ടിഷ്യൂ അല്ല യൂസ് ചെയ്യുന്നത്, നോർമൽ ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്ത പിക്ചറാണ്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് ബോട്ടിൽ ഒട്ടിക്കാനുള്ള ഇതെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ പിക്ചർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ പിക്ചർ തിരിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ പുറത്തിങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഒത്തിരി വേണ്ട. വെള്ളം എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ വെള്ളം എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കൈകൊണ്ട് പയ്യെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ലെയർ നമുക്ക് പറിച്ചെടുക്കാം.
ഇച്ചിരി സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കണ്ടോ, കുറച്ച് നേരം ഒഴിക്കുമ്പോഴേ പയ്യെ ആ പേപ്പർ ഇങ്ങ് പോരും. എന്നിട്ട് നമുക്ക് പയ്യെ അതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇതുപോലെ ഇളക്കി അങ്ങ് എടുത്താൽ മതി. ഇച്ചിരി സൂക്ഷിച്ച് ഈ കാര്യം ഒന്ന് ചെയ്യണം. ഇതുപോലെ പയ്യെ ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സിസേഴ്സിൻ്റെ പാടൊക്കെ മാറ്റാനായിട്ട് പയ്യെ നഖം കൊണ്ട് അതിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ അത് പയ്യെ ഒന്നിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് കളയണം. ഇതുപോലെ പയ്യെ പയ്യെ പേപ്പറിൻ്റെ ലെയർ മുഴുവൻ നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ഈ പിക്ചർ മുഴുവൻ ഇതുപോലെ പേപ്പർ മാറ്റിയെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ എടുത്ത ഒരു പിക്ചറാണ് ഇത്. കണ്ടോ, ഇതുപോലെ സിസേഴ്സിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് കൈകൊണ്ട് ഇച്ചിരി ഇച്ചിരി ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ് എല്ലാം കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും നൈസായിട്ട്. ഇതാണ് നമ്മൾ നമ്മുടെ ബോട്ടിലിൽ ഇപ്പം ഒട്ടിക്കാൻ പോകുന്നത്. ഗ്ലൂ എടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ നോർമൽ ഗ്ലൂ ഞാൻ ഇതുപോലെ 2 സ്പൂൺ ഗ്ലൂ എടുക്കുകയാണ്. എന്നിട്ട് 1 സ്പൂൺ വെള്ളവും, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കൊരു ബ്രഷ് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഗ്ലൂവും വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മോഡ് പോജിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഞാൻ പിക്ചർ കാണിച്ചായിരുന്നല്ലോ, ഈ പിക്ചർ നമുക്ക് ബോട്ടിലിൽ ഒട്ടിക്കാൻ പോകാം. അപ്പോൾ നമ്മുടെ ബോട്ടിലെടുത്തു. ഇതിൽ പിക്ചർ എടുത്ത് നമുക്കൊന്ന് നോക്കുക, എങ്ങനെ ഒട്ടിച്ചാലായിരിക്കും ഭംഗി എന്നൊന്ന് നോക്കുക. പിക്ചറപ്പം കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോകാം. ഒത്തിരി വേണ്ട, ലൈറ്റായിട്ട് ഒരു തിൻ ലെയർ നമുക്ക് ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. റിങ്കിൾസ് ഒന്നും ആകാതെ, എയർ ബബിൾസ് ഒന്നും അകത്ത് കയറാതെ നമുക്ക് നീറ്റായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഹെൽപ്പോടെ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊക്കോളും. നമുക്ക് പിക്ചർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ ഫുള്ളൊന്ന് ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം. അപ്പം നമ്മുടെ പിക്ചർ ബോട്ടിൽ ഫുള്ള് ഞാൻ ഒട്ടിച്ചു. ഇനിയിപ്പം ഈ സെയിം ഗ്ലൂ നമുക്ക് ഒരു തിൻ ലെയർ അതിൻ്റെ ഫുൾ ഒട്ടിച്ചെടുത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഏതെങ്കിലും ഒരു ഏരിയ കവറാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ കവറാകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ലപോലെ ഗ്ലൂ ഒരു കോട്ട് ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് പിക്ചറിൻ്റെ പുറത്ത്. ഇത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ക്ലിയർ വാർണിഷ് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു ക്ലിയർ വാർണിഷാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ വാർണിഷ് അടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോസി എഫക്റ്റ് വരും. കണ്ടോ, അതുപോലെ ചെയ്തതാണ് ഇതും. ഇത് ഫുള്ള്
വർക്ക് തീർന്നതാണ്. കണ്ടോ, ഇതുമെല്ലാം നമ്മൾ അതുപോലെ തന്നെ ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ്. അവർക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആകുമ്പോൾ അവരും ഡെക്കോപ്പേഷ് ചെയ്തു എന്നുള്ളൊരിത്. ഇനി നമുക്ക് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലൊരു ഫ്ലാറ്റ് ബ്രഷാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് ക്ലിയർ വാർണിഷ് എടുത്ത് ലൈറ്റായിട്ട് ഒരു കോട്ട് ഫുൾ ബോട്ടിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗ്ലോസി എഫക്റ്റ് വരും. അത് പിക്ചറിന് പിന്നെ നമ്മുടെ ഈ വർക്കിന് യാതൊരു കുഴപ്പവും വരത്തില്ല. എത്ര നാൾ വേണേലും നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. ഞാൻ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം കാണിക്കാം. ബോട്ടിൽ മുഴുവൻ നമ്മുടെ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആകും. ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ച കുറച്ച് ബോട്ടിലുകൾ കാണിക്കാം. ഞാൻ ചെയ്ത കുറച്ച് ബോട്ടിൽ ആർട്സാണ് ഇതെല്ലാം. എല്ലാവരും എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ കൂടി അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഇച്ചിരി പേഷ്യൻസ് വേണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.